ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന അപ്സരയെ കുറിച്ചാണ്. പുറത്തായതിനു ശേഷം അപ്സര ജിൻഡോയ്ക്കെതിരെ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി. എന്ത് യോഗ്യതയാണ്, എന്ത് ക്വാളിറ്റിയാണ് ജിൻഡോയ്ക്കുള്ളതെന്നാണ് അപ്സര പറയുന്നത്. അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. അപ്സര പറഞ്ഞിരിക്കുന്ന ഇത്രയും നെഗറ്റീവ് ഉള്ള ഒരാൾക്ക് പുറത്ത് ഇത്രയും ഇഷ്ടപ്പെടാൻ നിങ്ങൾ എന്ത് ക്വാളിറ്റിയാണ് അദ്ദേഹത്തിൽ കണ്ടത് എന്നാണ് അപ്സര ചോദിച്ചത്. എന്താ അല്ലേ? അപ്പം അപ്സരയുടെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് അങ്ങോട്ടൊന്ന് പറയാം. എല്ലാ ക്വാളിറ്റി ഉള്ള ഒരാളാണെന്നല്ലേ അപ്സരയുടെ സ്വയം വിചാരം. അപ്പോൾ അപ്സരയുടെ ക്വാളിറ്റി എന്താണെന്ന് നമുക്കൊന്ന് ഇത് ചെയ്യാം. അപ്സര എന്ന മത്സരാർത്ഥി അവിടെ എന്താണ് കാട്ടിക്കൂട്ടിയെന്ന് നമുക്കറിയാം. ഇതൊന്നും വേണ്ട, ഒരു കാര്യം ഞാൻ പറയാം. ഒരു ദിവസം ജാസ്മിൻ അവിടെ അടുക്കളയിൽ, അപ്പോൾ ഇവർ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്സരയും ജാസ്മിനും ഒക്കെ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പം ചായയിൽ ചായപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ചായയിലൊന്ന് ഇച്ചിരി മാറി തുമ്മാരത്തു ജാസ്മിന്. അപ്പോൾ ജാസ്മിൻ അവിടെ തുമ്മിയിട്ട്, അപ്പോൾ ആ ചായയിൽ അത് ലാലട്ടം കാണിച്ചൊരിതാണ്, ക്ലിപ്പാണ്. അത് ചായയിൽ ഈ മുക്കി എന്നുള്ള ഇതെല്ലാം ആ ചായൽ. അപ്പം ഇത് നല്ല ടേസ്റ്റായിരിക്കും, കുടിക്കും എന്ന് പറഞ്ഞപ്പോൾ അപ്സര അവിടെ ഒന്നും മിണ്ടാതെ ചിരിച്ചോണ്ടാണ്. അതാണ് അപ്സരയുടെ ക്വാളിറ്റി. അപ്പോൾ അത് എന്തുകൊണ്ട് ക്വാളിറ്റി ഇല്ല, അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അപ്സര. അതാണ് ഇരട്ടത്താപ്പ്, അപ്സരയുടെ ഇരട്ടത്താപ്പ്. പിന്നെ ഞാൻ പറയാം, കൃഷിയായിട്ട് വന്ന സമയത്ത് കൃഷിയായിട്ട് അപ്സര ഏറ്റവും കൂടുതൽ കമ്പനി അത് കൃഷിയായിട്ടാണ്. അപ്പോൾ അപ്സരയുടെ കാര്യങ്ങൾക്കൊക്കെ കൃഷിക്ക് കൂടുതൽ അറിയാം. അതിന് പിന്നെ കൃഷിയായിട്ട് ഭയങ്കര വഴക്കായിരുന്നു. അപ്സരയെക്കുറിച്ച് കൃഷി നന്നായിട്ട് പറയുന്നുണ്ട്. പിന്നെ അപ്സര നന്നായിട്ട് പരദൂഷണം പറയും. ഇവിടെ പറയുന്ന അവിടെ പറയും, അവിടെ പറയും, പറഞ്ഞതും പറയാത്തതും എല്ലാം കാര്യങ്ങൾ അപ്സര പറയും. ഇതൊക്കെ അപ്സരയുടെ നല്ല ക്വാളിറ്റിയാണ്. ജിൻഡോയായിട്ട് അപ്സര അധികം വഴക്കുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. ജിൻഡോ പലപ്പോഴും അപ്സരയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. പോകാൻ സമയത്തും എല്ലാം ജിൻഡോ അപ്സരയെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അപ്സരയോട് ജിൻഡോ എന്ത് കാണിച്ചെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. എന്നിട്ട് അപ്സര പറയുന്നത് ജിൻഡോയ്ക്ക് ഒട്ടും ക്വാളിറ്റി ഇല്ല. എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ജനങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത്? അപ്സരയ്ക്ക് ഇല്ലാത്ത ക്വാളിറ്റി തന്നെ അത് ജിൻഡോയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. ഞാനിവിടെ ജാസ്മിനെ പറഞ്ഞ വേറൊന്നുമല്ല, ഒരു ഉദാഹരണമായിട്ട് ഒരു ജാസ്മിൻ്റെ കുറിച്ചല്ല ഞാൻ കുറ്റം പറഞ്ഞതല്ല, വേറൊന്നുമല്ല, അപ്സര അതിനകത്ത് കാണിച്ച് കൂട്ടിയ ഇരട്ടത്താപ്പുകളെ കുറിച്ച്. അപ്സരയ്ക്ക് സപ്പോർട്ടുള്ള എന്ന് വെച്ചാൽ അപ്സര അവിടെ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിലൊക്കെ അപ്സരയ്ക്ക് അവരെക്കുറിച്ച് നല്ല നാവാണ്. അവരെ അങ്ങ് പൊക്കി പറയുക, ഇതൊക്കെയാണ് അപ്സര. ബാക്കി എല്ലാവരും തെറ്റുകാർ. ആ രീതിയിലാണ് അപ്സരയുടെ സ്വഭാവം. അപ്സര പറയുന്നതെല്ലാം നല്ലത്, ബാക്കിയുള്ളവരെല്ലാം മോശം. ആ രീതിയിലൊക്കെയാണ് അപ്സരയുടെ ഇത്. നമുക്ക് തന്നെ അറിയാലോ അപ്സര എന്താണ് അവിടെ കാട്ടിക്കൂട്ടിയത്. ഏറ്റവും കൂടുതൽ അവിടെ ഒട്ടും ഇഷ്ടമില്ലാത്ത മുടിയും തന്നെ പറയുന്നുണ്ട് അപ്സരയാണ്. പലപ്പോഴും അപ്സരയുടെ പല കാര്യങ്ങളെക്കുറിച്ചും കൃഷി പറയുന്ന മുടിയൻ കൃഷി പറയുന്നുണ്ട്. ഇതൊക്കെ അപ്സരയുടെ ക്വാളിറ്റി കൂടുതലുള്ളതുകൊണ്ടായിരിക്കും കൃഷി ഇതുപോലെയൊക്കെ പറയുന്നത്. വേറെ ആർക്കും ഒരു ക്വാളിറ്റി ഇല്ല അല്ലേ? അപ്സരയ്ക്ക് മാത്രം ഭയങ്കര ക്വാളിറ്റിയാണ്. ജിൻഡോയ്ക്ക് ഒട്ടും ക്വാളിറ്റി ഇല്ല എന്നാണ് അപ്സര പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. ഇപ്പം എൻ്റെ കൊച്ചു വീഡിയോയുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. നിങ്ങൾ എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം കൂടെ പറയാം, അപ്സര പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. അപ്സരയുടെ ക്വാളിറ്റി ഇല്ലെന്നല്ല, ജിൻഡോയ്ക്ക് ക്വാളിറ്റി ഇല്ലെന്നല്ല പറഞ്ഞത്. അപ്സരയുടെ ഭർത്താവ് ജിൻഡോയെക്കുറിച്ച് പറഞ്ഞത് അവർ തമ്മിലുള്ള കോംബോ അല്ല, അവർ തമ്മിലുള്ള ഇത് നല്ലതാണ്, ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാണ്, ജിൻഡോ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാണ്. അപ്പം അപ്സരയുടെ ഭർത്താവിന് ജിൻഡോ ഇഷ്ടമാണ്. പക്ഷെ അപ്സര ഇപ്പോഴും ആ മനസ്സിലാ വൈരാഗ്യം, ജിൻഡോ ഏതാണ്ട് ഭയങ്കര അപ്സരയോട് എന്തോ തെറ്റ് കാണിച്ചു എന്നുള്ള രീതിയിലുള്ള ഇതാണ് അപ്സര ഇപ്പോഴും. പുറത്തിറങ്ങിയ മിക്കവരും ഗെയിം വിട്ടു. ഇപ്പോൾ ഗബ്രി ആണെങ്കിലും ഗെയിം വിട്ടെന്നാണ് പറഞ്ഞത്. പിന്നെ സിജോ ഗെയിം വിട്ടു, സായി ഗെയിം വിട്ടു, ഇവരെല്ലാം ഗെയിം വിട്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും മനസ്സിൽ ഇതുമായിട്ട് നടക്കുന്ന രണ്ട് പേരാണോ, ഒന്ന് റസ്മിനും ഒന്ന് അപ്സരയും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. എൻ്റെ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ്. താങ്ക് യു, ബൈ ബൈ.